എൻ്റെ മമ്മി ജനിച്ച് വളർന്ന സ്ഥലം കൊല്ലാട്. കുറേ നാൾക്ക് ശേഷം നമ്മളിപ്പോൾ കോട്ടയത്തേക്ക് പോവാണ്. മെയിനായിട്ട് എൻ്റെ അമ്മച്ചീനെ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ ട്രെയിൻ പിടിച്ചാൽ പോവാറ്, പക്ഷേ ഇപ്രാവശ്യം കാറിലാക്കാന്ന് വിചാരിച്ചു. കാരണം പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ പോകുന്ന മെയിൻ സ്ഥലം, അതായത് കൊല്ലാട് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗി. ട്രിവാൻഡ്രം ടു കോട്ടയം ഏകദേശം ഒരു 4 hours ലോങ് ജേർണി. എത്ര ലോങ് ആയാലും നാട്ടിൽ പോകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് നമ്മൾ പോകുന്ന കൊല്ലാടേക്കല്ല, എൻ്റെ ഇടവകപ്പള്ളിയുണ്ട് മണർകാട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി മമ്മിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ നേരെ ആദ്യം പോകുന്നത് അങ്ങോട്ടേക്ക്. നെൽപ്പാടങ്ങളും റബ്ബർ തോട്ടവും കണ്ടു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കാം നമ്മൾ കോട്ടയം എത്തിയിട്ട്. അങ്ങനെ 4 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫൈനലി കോട്ടയത്തിരിക്കുകയാണ്. സോ നമ്മൾ ആദ്യം പോകുന്നത് മണർകാട് പള്ളിയിലേക്കാണ്. കോട്ടയത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചേർച്ചാണ് മണർകാട് പള്ളി. നമ്മൾ മാതാവിൻ്റെ പള്ളിയായിട്ടാണ് ഇത് പറയുന്നത്. അപ്പം മമ്മിക്ക് എപ്പോൾ കോട്ടയം വന്നാലും മസ്റ്റാണ് ഇവിടെ കയറി പ്രാർത്ഥിക്കണത്. പിന്നെ ഇത് കൂടാണ്ട് ഇവിടെ ആയിരുന്നു ഞാൻ ജനിച്ചപ്പം മാമോദിസ മീൻസ് ബാപ്റ്റിസം ചെയ്ത ചേർച്ചും ഇതാണ്. അപ്പം നമ്മളെപ്പോൾ ഇവിടെ വന്നാലും ഇവിടെ കയറി പ്രാർത്ഥിക്കും. പ്രാവശ്യം നമ്മുടെ കൂടെ രാഹുലേട്ടനും അമ്രുവും ഒക്കെ ഉള്ളത് കാരണം പള്ളി ഫുള്ളൊന്ന് ചുറ്റി കാണിക്കലായിരുന്നു. ഡിസംബർ ടൈമിലാണ് ഈ പള്ളിയുടെ പെരുന്നാൾ നടക്കാറ്. പള്ളി പെരുന്നാൾ ഭയങ്കര ഗ്രാൻഡാ. നമ്മൾ അതിന് വേണ്ടിയിട്ടായിരുന്നു പണ്ട് എപ്പോഴും വരാറുണ്ടായിരുന്നത്. പുറത്തെ ഗ്രൗണ്ടിൽ കുറേ കളിപ്പാട്ടങ്ങളും ഫുഡും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി മെമ്മറീസ് ഉള്ളൊരു ചേച്ചത്. അങ്ങനെ പള്ളിയിലൊക്കെ കയറി നമ്മൾ നേരെ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് വിട്ടു. അവിടെ നമ്മൾ ഏകദേശം ഉച്ചയായപ്പോൾ നല്ല കീടലും ബീഫും ചോറും ഒക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കോട്ടയം സ്പെഷ്യൽ ബീഫ്. ഞാൻ എൻ്റെ ആൻറ്റീനെ വല്യമ്മയെന്ന് വിളിക്കാം. വല്യമ്മ ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ ഫേവറേറ്റ് കിണ്ണത്തപ്പം ഉണ്ടാക്കി വെക്കും. അങ്ങനെ 4 മണിക്കൂർ നീണ്ട് ക്ഷീണിച്ച് ചത്ത് വന്നതൊക്കെ ഈ ബീഫും ചോറും മീനും ചക്കക്കുരു മാങ്ങാക്കറിയും ഒക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി. എന്താ ടേസ്റ്റ്! ഞാൻ അധികം ചോറ് അങ്ങനെ കഴിക്കലില്ല. ഞാൻ കുറേ ചോറും കുറേ ബീഫും അതുപോലെ എൻ്റെ കിണ്ണത്തപ്പം ഒരു 5-6 എണ്ണം കഴിച്ചു. കുറച്ച് നേരം കത്തിയടിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് വയറൊക്കെ നിറച്ചതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ സ്ഥലം കൊല്ലാട്ടേക്ക് വിട്ടു. അങ്ങനെ ഇതാണ് നമ്മുടെ കൊല്ലാട്. എൻ്റെ മമ്മി ജനിച്ച് വളർന്ന സ്ഥലം കൊല്ലാട്. നിങ്ങൾ നോക്കി കാണാം, നടുക്കൂടി റോഡ്, അപ്പുറത്ത് വയല്, ഇപ്പുറത്ത് ആറ്. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം, സൺസെറ്റ്, ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. അവിടെ എവിടെയാണ് ഇവള് പറഞ്ഞ സണ്ണ്. ഞാൻ കുറേ നാൾക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ യൂഷ്വലി ഇവിടെ എപ്പോഴും കോട്ടയത്ത് വരാറുള്ളത് ക്രിസ്മസ് ടൈമും അതുപോലെ ഇവിടുത്തെ കൊല്ലാട് പള്ളി പെരുന്നാളിൻ്റെ ടൈമിൽ വരാം. ആ ടൈമിലൊക്കെ നല്ല രസമാണ്. ഇവിടെ ഫുൾ ആൾക്കാരും പള്ളി പെരുന്നാൾ വൈബായിരിക്കും. പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നു കുറേ നേരം, അതായത് ആ പാലത്തിൻ്റെ അടിയിലും ഈ വഴിയിൽ കൂടിയൊക്കെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്ത് ആറും ഇപ്പുറത്ത് വയലുമാണ്. ആദ്യം പണ്ട് ഇവിടെ കണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ കണ്ട എന്താ പറയുന്നത് എനിക്കറിയില്ല. അതായത് വയലല്ലാത്തൊരു യൂഷ്വലി ഇവിടെ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്ക് ഫുൾ താമര ഇങ്ങനെ പൂവത്ത് നിൽക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ അതൊന്നും കണ്ടില്ല. പക്ഷെ കുറെ കുഞ്ഞു മീനുകളെ കാണാൻ പറ്റി. അതിനെ പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് 2 ടീംസ് ഇവിടെ. പിന്നെ നമ്മളവിടെ കുറെ വയൽ വരമ്പുകളുണ്ടല്ലോ, അപ്പൊ നമ്മൾ അവിടെ കൂടിയൊക്കെ നടക്കാന്നൊക്കെ വിചാരിച്ചു. ഇപ്പം നമ്മളവിടെ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ ചൂണ്ടെടുത്തു. നമ്മൾ എന്താ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാണ്ട് അവിടെ ചെന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമ്മളവിടെ കറക്റ്റ് വന്ന് നിന്നപ്പോൾ ഒരു മീനെ കിട്ടി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പൊങ്ങി വന്നപ്പോഴത്തേക്ക് ചാടിപ്പോയി. ഇത് വല തിരിച്ചെടുത്തപ്പോഴത്തേക്ക് ചൂണ്ടെടുത്തപ്പോൾ അങ്ങനെ ചേട്ടൻ കുറേ കഷ്ടപ്പെട്ടിട്ട് ഒന്നും ലാസ്റ്റ് കിട്ടിയില്ല. അങ്ങ് ദൂരെ ഇട്ടു, ഇപ്പുറത്തിട്ടു, എന്നിട്ട് ഒന്നും കിട്ടിയില്ല. നമ്മൾ കുറച്ചു നേരം ചേട്ടനോട് സംസാരിച്ചു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടയുടെ വരാലുണ്ട്. അപ്പം ഒരു മീന് വീണ്ടും കിട്ടി, അതും പോയി. നേരെ ലാസ്റ്റ് നമ്മൾ വിചാരിച്ചു നമ്മളിവിടെ നിന്നിട്ടാണോ ലാസ്റ്റ് ചേട്ടന് കിട്ടാത്തെന്ന് വെച്ച് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് മാറി ബാക്കി കാഴ്ചകളൊക്കെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. കാരണം കുറച്ച് സന്ധ്യാസമയമായി വരിക. അപ്പൊ അതിന് മുന്നേ വീടെത്തണം. പാമ്പും കാര്യങ്ങളൊക്കെ വയലിന്റെ അവിടെ വരുമല്ലോ. നമ്മളത് അറിയാണ്ട് ഫുള്ള് വയൽ വരമ്പിൽ കൂടെ ഫുള്ള് നടത്തായിരുന്നു. അപ്പോഴത്തേക്കാണ് അപ്പുറത്തുനിന്ന് മമ്മി വിളിച്ചിട്ട് വേഗം വാ, അവിടെ അധികം നേരം നിൽക്കണ്ട, വീട്ടിലേക്ക് വാ, ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേഗം തിരിച്ചിറങ്ങണം. നമ്മുടെ ഇവിടെ സ്റ്റേ ഇല്ലല്ലോ, വേഗം രാത്രി തന്നെ തിരിച്ച് വീട്ടിലെത്തേ വേണം. വീട്ടിലെവിടെ നമ്മൾ എത്തിയപ്പോഴാണ് നമ്മുടെ പഴയ മമ്മി താമസിച്ച വീടായിരുന്നു ഇത്. അതൊക്കെ ഫുള്ള് ഇടിച്ചു, അവിടെ പുതിയ വീട് പണിയാം. ഇത് കണ്ടപ്പോൾ ശരിക്കും നമ്മൾ പണ്ട് ഓണത്തിനും ക്രിസ്മസിനൊക്കെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇവിടെ പുറത്തിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കാഴ്ചയും കണ്ടിരിക്കാം, രാവിലെ എണീറ്റിട്ട്. അപ്പം നമ്മുടെ ഒരു വെക്കേഷൻ സ്പോട്ട് എന്നൊക്കെ പറയില്ലേ, കോട്ടയം പോവാന്ന് പറഞ്ഞാൽ കോട്ടയം എന്ന് പറയുന്നത് നമ്മുടെ ഈ വീടായിരുന്നു. പക്ഷെ ഈ വീടൊക്കെ ഫുൾ ഇടിച്ചിട്ട് കണ്ടപ്പോഴത്തേക്ക് കുറച്ച് വിഷമമായി. നമ്മൾ അതൊക്കെ പോയി കണ്ടു. അവർ പുതിയ വെക്കുന്ന എൻ്റെ മമ്മിയുടെ ചേട്ടൻ പുതിയതായിട്ട് വെക്കുന്ന വീടൊക്കെ പോയി കണ്ടു. അങ്ങനെ അവരുടെ പട്ടിയാണ്
മോനാച്ചനെയൊക്കെ പോയി കണ്ട് സംസാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചു നേരം കൂടി അവിടെ നിന്ന് ആ വീടൊക്കെ കണ്ടു. മാലി എന്നാണ് നമ്മൾ ആ സ്ഥലത്ത് വിളിക്കുന്നത്. മാലിയിൽ ഇരുന്നിട്ട് വയലൊക്കെ നോക്കിയിരുന്നു. കുറെ നേരം എല്ലാവരും സംസാരിച്ചിട്ട് പെണ്ണമാമ ഇതാണ് എൻ്റെ അമ്മച്ചിയുടെ പൂച്ചയുണ്ട് ബെല്ലക്കുട്ടിയുടെ അടുത്തൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് വേഗം ഇറങ്ങണം. കാരണം ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ വളരെ രാത്രിയാവും നമ്മൾ തിരിച്ച് വീടെത്താനായിട്ട്. ഭയങ്കര ടഫായിരിക്കും രാത്രി വണ്ടി ഓടിക്കാനൊക്കെ. പെണ്ണമാമയ്ക്കാണെങ്കിൽ ബെല്ലക്കുട്ടീനെ വിട്ടിട്ട് വരാനായിട്ട് ഭയങ്കര വിഷമമുണ്ട്. നമുക്ക് എടുത്തോണ്ട് വരാനും പറ്റില്ല. വീട്ടിലെ ബാക്കി ടീംസ് അതിന് സമ്മതിക്കത്തുമില്ല. ടീംസ് ഉദ്ദേശിച്ചത് നമ്മുടെ ബാക്കി പൂച്ചകളും പട്ടികളും കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടെ നല്ല കീടിലും ചക്കക്കുരുമാങ്ങയും കപ്പയും മീൻകറിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ടായിരുന്നു നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ടിരുന്നത്. ഇവിടുത്തെ ചക്കക്കുരുമാങ്ങ സൂപ്പർ എന്ന് വെച്ചാൽ കിഡില്ല. അത് കഴിച്ചപ്പോഴാണ് ഇത്രയും നേരം യാത്ര ചെയ്തു വന്ന ക്ഷീണങ്ങളും ഒന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് കൂടുതൽ നല്ല തൈരും ഉണ്ടായി. എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിക്കുഴച്ചു. 2 ടീംസ് നമ്മൾ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഈ വെറൈറ്റി കളറുള്ള പൂച്ചകളെയും കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് വന്നു. ട്രിവാൻഡ്രത്തിന് നെക്സ്റ്റ് രാവിലെ തന്നെ തിരിച്ച് കോഴിക്കോടേക്ക് പോകണം. അങ്ങനെ നമ്മൾ കോഴിക്കോടേക്ക് തിരിച്ചു പോവുകയാണ് ഗൈസ്. ബാക്കി ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പം നെക്സ്റ്റ് വ്ളോഗ്സിൽ കാണാം. ബൈ ബൈ.